നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സമസ്ത മേഖലയിലും വികസനം കാഴ്ചവെച്ച കേരളം മാലിന്യ സംസ്കരണത്തിൽ ഇനിയും മുന്നേറേണ്ടതുണ്ടെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം.വി. രാജേഷ്. പുന്നേർകുളം തൃപ്പറ്റിൽ നിർമ്മിച്ച ഹെൽത്ത് കോംപ്ലക്സും ഷീപ്പ് ഫിറ്റ്നസ് സെന്ററും മന്ത്രി നാടിന് സമർപ്പിച്ചു. തോട്ടിപ്പണി വിവാദം. കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ബിജെപിയുടെ പ്രതിഷേധം. ഹൈക്കോടതി ഉത്തരവ് നഗരസഭാ അധികൃതർ മാനിച്ചില്ലെന്ന് ബിജെപി. ബഹളം ശക്തമായതോടെ കൌൺസിൽ യോഗം ചെയർപേഴ്സൺ പിരിച്ചുവിട്ടു. പട്ടാമ്പിയിൽ കെഎസ്ആർടിസി ബസ്സിടിച്ച് യുവതിക്ക് ദാരുണാന്ത്യം. മരിച്ചത് പെരുമുടിയൂർ നമ്പ്രം കളരിക്കൽ ഷഹീലിന്റെ ഭാര്യ 27 വയസ്സുകാരി ഷമീമ. അപകടം ബുധനാഴ്ച വൈകിട്ട് പട്ടാമ്പി ഗുരുവായൂർ റോഡ് ജംഗ്ഷനിൽ. ഗുരുവായൂരിൽ പണമിടപാട് സ്ഥാപനം കുത്തിത്തുറന്ന് 32,40,650 രൂപ കവർന്ന കേസിൽ ബ്രാഞ്ച് മാനേജറെ അറസ്റ്റ് ചെയ്തു. തൃശൂർ അമലാനഗർ തൊഴുത്തുംപറമ്പിൽ 34 വയസ്സുള്ള അജേഷ് ജോയിയാണ് തൃശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവി അങ്കിത് അശോകിന്റെ കീഴിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ നഗരസഭയുടെ അമൃത് ശുദ്ധജല വിതരണ പദ്ധതി മന്ത്രി എം.ബി. രാജേഷ് നാടിന് സമർപ്പിച്ചു. എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും ഗുരുവായൂർ അമൃത് കുടിവെള്ള പദ്ധതി അതിന് വലിയ പ്രചോദനമാണെന്നും മന്ത്രി പറഞ്ഞു. കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഇത്തരം പദ്ധതികൾ പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കോട്ടപ്പടി ട്രീറ്റ്മെന്റ് പ്ലാന്റിന് സമീപം നടന്ന ചടങ്ങിൽ N.K. അക്ബർ MLA അധ്യക്ഷനായി. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ്, വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്ഥിരം സമിതി അധ്യക്ഷ ശൈലജ സുധൻ, കൌൺസിലർമാരായ P.T. ദിനിൽ, പ്രൊഫസർ P.K. ശാന്തകുമാരി, നഗരസഭാ സെക്രട്ടറി H. അഭിലാഷ് കുമാർ, വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ P.A. സുമ തുടങ്ങിയവർ സംസാരിച്ചു. അമൃത് പദ്ധതി എന്ന് പറഞ്ഞാൽ മുഴുവൻ കേന്ദ്ര ഫണ്ടാണോ? അല്ല, 50% കേന്ദ്ര ഫണ്ട്, 50% സംസ്ഥാനത്തിൻ്റെത്. ആ 50%-ൽ 30% സംസ്ഥാന സർക്കാർ, 20% മുനിസിപ്പാലിറ്റി. മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കാൻ ഈ 20% കിട്ടുന്നത് എങ്ങനെ? സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന വികസന ഫണ്ട്. വികസന ഫണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. ഈ വർഷം കൊടുത്തത് 28.09%. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വികസന ഫണ്ട് പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും കൊടുക്കുന്നത് കേരളത്തിലാണ്. അങ്ങനെ കൊടുക്കുന്നത് കൊണ്ടാണ് നഗരസഭകൾക്കും പഞ്ചായത്തുകൾക്കും വികസനം നടത്താൻ കഴിയുന്നത്. ഇവിടെ 20%. തോട്ടിപ്പണി വിവാദം. കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. അജണ്ട ചർച്ച ചെയ്യാനാകാതെ കൌൺസിൽ യോഗം അവസാനിപ്പിച്ചു. ഹരിതകർമ്മ സേനാംഗങ്ങൾ തോട്ടിപ്പണിയാണ് ചെയ്യുന്നതെന്ന് BJP കൌൺസിലർ K.K. മുരളി പരാമർശിച്ചതായും ഹരിതകർമ്മ സേനാംഗങ്ങളോട് BJP കൌൺസിലർ ഹീനമായ മനോഭാവമാണ് വെച്ച് പുലർത്തുന്നതെന്നും കൌൺസിൽ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയത് നീക്കം ചെയ്യുന്നതിനായി ഹൈക്കോടതി നൽകിയ നിർദ്ദേശത്തെ ചെയർപേഴ്സൺ മാനിച്ചില്ലെന്ന് ആരോപിച്ചായിരുന്നു BJP അംഗങ്ങൾ പ്രതിഷേധിച്ചത്. ബഹളം ശക്തമായതോടെ അജണ്ട ചർച്ച ചെയ്യാനായില്ല. തുടർന്ന് ചെയർപേഴ്സൺ യോഗം അവസാനിപ്പിക്കുകയായിരുന്നു. സമസ്ത മേഖലയിലും വികസനം കാഴ്ചവെച്ച കേരളം മാലിന്യ സംസ്കരണത്തിൽ ഇനിയും മുന്നേറാനുണ്ടെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. പുന്നേർകുളം തൃപ്പറ്റിൽ നിർമ്മിച്ച ഹെൽത്ത് കോംപ്ലക്സും ഷീപ്പ് ഫിറ്റ്നസ് സെന്ററും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സമ്പൂർണ്ണ മാലിന്യമുക്ത ഇടമായി കേരളം മാറണം. ജീവിതശൈലി രോഗമാണ് പൊതുജനാരോഗ്യം നേരിടുന്ന മറ്റൊരു വലിയ വെല്ലുവിളി. ഇതിനെ നേരിടാൻ ഫിറ്റ്നസ് സെന്ററുകൾ ഉപകാരപ്രദമാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രമല്ല, നമ്മൾ നേരിടുന്ന കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖല നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിലൊന്ന് ജീവിതശൈലി രോഗങ്ങളാണ്. അതായത് ജീവിതശൈലിയിൽ വന്ന മാറ്റത്തിന്റെ ഫലമായിട്ടുള്ള രോഗം ഏതൊക്കെയാണ്? ഇതൊക്കെ എന്തുകൊണ്ടുണ്ടാവുന്നതാ? ജീവിതശൈലിയിൽ മാറ്റം വന്നു, അധ്വാനം കുറഞ്ഞപ്പോഴാണ് പ്രമേഹവും കൊളസ്ട്രോളും അതുപോലുള്ള
രോഗങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് അവയെ ജീവിതശൈലി രോഗങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിനെതിരായിട്ടുള്ള ഒരു പോരാട്ടം, അത് ആ രോഗങ്ങളെ നേരിടുക എന്നത് കേരളം ഇന്ന് നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയാണ്. അപ്പൊ അതിന് വേറെ മാർഗമൊന്നുമില്ല, നന്നായി വ്യായാമം ചെയ്യുക എന്നുള്ളൂ. പിന്നെ നമ്മുടെ ഭക്ഷണശീലങ്ങൾ മാറ്റം വരുത്തുക എന്നതാണ്. വ്യായാമം ചെയ്യാനുള്ള ഒരു സൗകര്യം പഞ്ചായത്ത് ഇവിടെ ഏർപ്പെടുത്തി തന്നിരിക്കും. ചടങ്ങിൽ NK അക്ബർ MLA അധ്യക്ഷനായി. കോസ്റ്റ് ഫോർഡ് കോർഡിനേറ്റർ കൃഷ്ണകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, വൈസ് പ്രസിഡന്റ് EK നിഷാർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഗ്രീഷ്മ ഷനോജ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ മൂസ ആലത്തയിൽ, ബിന്ദു ടീച്ചർ, PAU പ്രൊജക്ട് ഡയറക്ടർ TG അഭിജിത്ത്, പഞ്ചായത്ത് സെക്രട്ടറി വിനോദ് കുമാർ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. നാഷണൽ റർബൻ മിഷനും പൊന്നേർക്കുളം ഗ്രാമപഞ്ചായത്തും ചേർന്ന് 1.13 കോടി രൂപ വിനിയോഗിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. 6018.58 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ 2 നിലകളുള്ള കെട്ടിടത്തിൽ താഴത്തെ നിലയിൽ ആയുർവേദം, യുനാനി, സിദ്ധ, ഹോമിയോ ചികിത്സാ സൗകര്യങ്ങളും മുകൾ നിലയിൽ സ്ത്രീകൾക്കായി ഫിറ്റ്നസ് സെന്റർ, യോഗ പരിശീലന കേന്ദ്രവും സജ്ജീകരിച്ചിട്ടുണ്ട്. തൃശൂർ കോസ്റ്റ് ഫോർഡിനായിരുന്നു നിർമ്മാണ ചുമതല. ഉദ്ഘാടന ചടങ്ങിൽ ഹരിത കേരള സാക്ഷി പത്രം വിതരണം ചെയ്തു. CCTV ന്യൂസ് പൊന്നേർക്കുളം. പട്ടാമ്പിയിൽ KSRTC ബസ്സിടിച്ച യുവതിക്ക് ദാരുണാന്ത്യം. പെരുമുടിയൂർ നമ്പ്രം കളരിക്കൽ ഷഹീലിന്റെ ഭാര്യ 27 വയസ്സുള്ള ഷമീമയാണ് മരിച്ചത്. ബുധനാഴ്ച വൈകിട്ട് പട്ടാമ്പി ഗുരുവായൂർ റോഡ് ജംഗ്ഷനിലാണ് അപകടമുണ്ടായത്. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കൂറ്റനാട് ഭാഗത്തു നിന്ന് വന്ന KSRTC ബസ് ഇടിക്കുകയായിരുന്നു. ബസിന്റെ ടയർ യുവതിയുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങി. ഉടൻ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിലും വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഗുരുവായൂർ നഗരസഭയിൽ സ്ഥാപന ലൈസൻസ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് ഭരണപക്ഷ കൌൺസിലർ കുത്തിയിരിപ്പ് സമരം നടത്തി. 1-ാം വാർഡ് കൌൺസിലർ ഫൈസൽ പൊട്ടത്തയിലാണ് ക്ലീൻ സിറ്റി മാനേജർ KS ലക്ഷ്മണന്റെ ഓഫീസിനു മുന്നിൽ കുത്തിയിരിപ്പ് നടത്തിയത്. വാർഡിലെ താമസക്കാരൻ മാസങ്ങളായി സ്ഥാപന ലൈസൻസിന് അപേക്ഷിച്ചിട്ടും നൽകിയില്ലെന്ന് കൌൺസിലർ പറഞ്ഞു. സ്മാർട്ടിന്റെ പേര് പറഞ്ഞ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെന്നും ഇത് അനുവദിക്കാനാവില്ലെന്നും കൌൺസിലർ പറഞ്ഞു. മാസങ്ങളായി ലഭിക്കാതിരുന്ന ലൈസൻസ് കൌൺസിലറുടെ 5 മിനിറ്റ് നേരത്തെ സമരം കൊണ്ട് ലഭിച്ചു. ഗുരുവായൂരിൽ പണമിടപാട് സ്ഥാപനം കുത്തിത്തുറന്ന് 32,40,650 രൂപ കവർന്ന കേസിൽ ബ്രാഞ്ച് മാനേജറെ അറസ്റ്റ് ചെയ്തു. തൃശൂർ അമലാനഗർ തൊഴുത്തുംപറമ്പിൽ 34 വയസ്സുള്ള അശേഷ് ജോയിയെയാണ് തൃശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവി അങ്കിത് അശോകന്റെ കീഴിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. പടിഞ്ഞാറെ നടയിൽ ഗാന്ധിനഗറിലെ മാസ് സെന്റർ എന്ന കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന L&T ഫൈനാൻസ് സ്ഥാപനത്തിൽ നിന്നാണ് ചൊവ്വാഴ്ച രാവിലെ 7:30 ഇയാൾ പണം കവർന്നത്. L&T ഫൈനാൻസ് അർണാട്ടുകര ബ്രാഞ്ചിലെ മാനേജറാണ് ഇയാൾ. ഹെൽമറ്റും ബാഗും ധരിച്ചെത്തി സ്ഥാപനത്തിന്റെ വാതിൽ തകർത്ത് അകത്ത് കയറി കള്ളത്താക്കോൽ ഉപയോഗിച്ച് ലോക്കർ തുറന്നാണ് ഇയാൾ പണം മോഷ്ടിച്ചത്. ഇയാൾ വന്നുപോകുന്ന ദൃശ്യം നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിരുന്നു. ഹെൽമറ്റ് ധരിച്ച കാരണം മുഖം വ്യക്തമായിരുന്നില്ല. നിരീക്ഷണ ക്യാമറകളിലെയും സൈബർ സെല്ലിന്റെ സഹായത്തോടെയുമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ KG പ്രദീപ്, സിവിൽ പോലീസ് ഓഫീസർമാരായ സിംസൺ, സജി ചന്ദ്രൻ, അരുൺ എന്നിവരുടെ സഹായത്തോടെ അസിസ്റ്റന്റ് കമ്മീഷണർ C സുന്ദരന്റെ നിർദ്ദേശപ്രകാരം ഗുരുവായൂർ ടെമ്പിൾ പോലീസ് ഇൻസ്പെക്ടർ A പ്രേംജിത്തിന്റെ നേതൃത്വത്തിൽ SI VP അഷ്റഫാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. SI K ഗിരി, ASIമാരായ ജോബി ജോർജ്, സാജൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ N രഞ്ജിത്ത്, സിവിൽ പോലീസ് ഓഫീസർ VM ഷെഫീഖ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. CCTV ന്യൂസ് ഗുരുവായൂർ. കുന്നംകുളം ചൊവ്വന്നൂർ ഗുഹയ്ക്ക് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. അയ്യമ്പറമ്പ് സ്വദേശി മണ്ടുമ്പാൽ വീട്ടിൽ 57 വയസ്സുള്ള ജോയ്സനാണ് പരിക്കേറ്റത്. ബുധനാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. ചൊവ്വന്നൂർ ഗുഹയ്ക്ക് സമീപത്തെ ബ്ലോക്ക് റോഡിൽ നിന്നും വടക്കാഞ്ചേരി റോഡിലേക്ക് ജോയ്സൺ സഞ്ചരിച്ച ബൈക്ക് കയറുന്നതിനിടെ കുന്നംകുളം ഭാഗത്തു നിന്നും വടക്കാഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന മറ്റൊരു ബൈക്ക് നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ തെറിച്ചു വീണാണ് ഇയാൾക്ക് പരിക്കേറ്റത്. കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ പരിക്കേറ്റയാളെ മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ 2 ബൈക്കുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. എരുമപ്പെട്ടി തിപ്പല്ലൂരിൽ അനധികൃതമായി നടത്തിയിരുന്ന മണ്ണെടുപ്പ് പോലീസ് തടഞ്ഞു. മണ്ണെടുപ്പ് നടത്തിയിരുന്ന ഒരു ടിപ്പർ ലോറിയും ഒരു ഹിറ്റാച്ചിയും പോലീസ് പിടിച്ചെടുത്തു. വീട് നിർമ്മാണത്തിന്റെ ഭാഗമായി എടുത്തിരുന്ന മണ്ണാണ് ലോറിയിൽ പുറത്തേക്ക് കൊണ്ടുപോയിരുന്നത്. മണ്ണ് എടുക്കുന്നതിനും കൊണ്ടുപോകുന്നതിനും പഞ്ചായത്തിന്റെയും ജിയോളജി വകുപ്പിന്റെയും അനുമതി ഉണ്ടായിരുന്നില്ല. വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ SIC ശ്രീകുമാർ, പോലീസ് ഉദ്യോഗസ്ഥരായ അജി പനക്കൽ, സുഭാഷ്, അമൽ പൌലോസ് എന്നിവർ സ്ഥലത്തെത്തിയാണ് നടപടി സ്വീകരിച്ചത്.
പുന്നേർകുളം പഞ്ചായത്ത് അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ മിന്നൽ പരിശോധന നടത്തി നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി. പഞ്ചായത്തിലെ വിജിലൻസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ടീമിന്റെ നേതൃത്വത്തിലാണ് പഞ്ചായത്തിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയത്. സ്ഥാപനങ്ങളിൽ നിന്ന് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി 32,500 രൂപ പിഴ ഈടാക്കി. പിടിച്ചെടുത്ത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി. ഹെൽത്ത് ഇൻസ്പെക്ടർ റോബിൻസൺ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പ്രദീപ്, വന്ദന, ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം ചൊവ്വന്നൂർ പാടത്തിന് സമീപം നിയന്ത്രണം വിട്ട കാർ കാനയിലേക്ക് മറിഞ്ഞ അപകടം. ആർക്കും പരിക്കില്ല. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു അപകടം. എരുമപ്പെട്ടി ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് കാനയിലേക്ക് മറിയുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. കാർ സമീപത്തെ മതിലും ഇടിച്ചു തകർത്തു. അപകടത്തിൽ കാറിനും കേടുപാടുകൾ സംഭവിച്ചു. എയർപോർട്ടിൽ പോയി തിരികെ വരികയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. ക്രെയിൻ ഉപയോഗിച്ച് വാഹനം കാനയിൽ നിന്നും എടുത്തുമാറ്റി. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. 6 വർഷത്തെ സേവനത്തിന് ശേഷം CCTV വാർത്താ വിഭാഗത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന PS സ്നിജയ്ക്ക് യാത്രയയപ്പ് നൽകി. ന്യൂസ് സബ് എഡിറ്ററും പ്രോഗ്രാം അവതാരകയുമായ സ്നിജ CCTV വെബ് വിഭാഗവും കൈകാര്യം ചെയ്തിരുന്നു. CCTV കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ മാനേജർ സിൻഡോ ജോസ് സ്വാഗതം പറഞ്ഞു. ചെയർമാൻ KC ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ആൻഡ് പ്രോഗ്രാം ഡയറക്ടർ KC ജോസ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ KM എഡ്വിൻ, ഷാജി ജോസ്, ശിവദാസ്, ന്യൂസ് സീനിയർ എഡിറ്റർ ടോണി, സീനിയർ സബ് എഡിറ്റർമാരായ നിഷ, രമ്യ, സബ് എഡിറ്റർ സലിൽ, ടെസ്നി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. കമ്പനിയുടെ സ്നേഹോപഹാരം ചെയർമാൻ കൈമാറി. ന്യൂസ് വിഭാഗത്തിന്റെ സമ്മാനം ന്യൂസ് സെക്ഷൻ ജീവനക്കാർ ചേർന്ന് നൽകി. സ്നിജ മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ഡെസ്ക് CCTV. ക്രൈസ്തവ ഗാനരചയിതാവും എഴുത്തുകാരനും പ്രഭാഷകനും അപ്പസ്തോലിക് ചർച്ച് ഓഫ് ഗോഡ് സഭ അധ്യക്ഷനുമായ പാസ്റ്റർ PV ചുമ്മാർ നിര്യാതനായി. 92 വയസ്സായിരുന്നു. അഴലേറും ജീവിതമരുവിൽ നീ കേഴുകയോ, ഇനി സഹജ തുടങ്ങി പ്രസിദ്ധമായ ഒട്ടേറെ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 7 പതിറ്റാണ്ടായി ക്രൈസ്തവ പ്രേക്ഷിത രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പഴഞ്ഞി പുലിക്കോട്ടിൽ വറുതുണ്ണി ചെറുച്ചി ദമ്പതികളുടെ മകനായി 1932 ഓഗസ്റ്റ് 20-നാണ് ജനനം. പരേതയായ തൃശൂർ ആലപ്പാട്ട് ചെമ്പൻ കുടുംബാംഗമായ തങ്കമ്മയാണ് ഭാര്യ. ആൽഫമോൾ, ബെക്കി, ഗ്ലെന്നി, ഡെന്നി എന്നിവർ മക്കളാണ്. സംസ്കാരം ശനിയാഴ്ച രാവിലെ 9-ന് പഴഞ്ഞി ഗിൽഗാൽ ഹാളിൽ ആരംഭിച്ച് വൈകിട്ട് 4-ന് അപ്പസ്തോലിക് ചർച്ച് ഓഫ് ഗോഡ് മൂലേപ്പാട് സെമിത്തേരിയിൽ നടക്കും. വാട്ടർ അതോറിറ്റി അറിയിപ്പ്. കേച്ചേരി പന്നിത്തടം റോഡ് നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി ജല അതോറിറ്റിയുടെ പ്രധാന പൈപ്പുകളും വിതരണ പൈപ്പുകളും പല ഭാഗങ്ങളിൽ പൊട്ടിയിട്ടുണ്ട്. അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനാൽ മാർച്ച് 13 ഞായറാഴ്ച വരെ ചൂണ്ടൽ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ജലവിതരണം പൂർണ്ണമായും തടസ്സപ്പെടുമെന്ന് കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ജനാധിപത്യ മൂല്യങ്ങൾ വീണ്ടെടുക്കാനുള്ള നിർണായകമായ തെരഞ്ഞെടുപ്പാണ് ലോക്സഭയിലേക്ക് നടക്കാനിരിക്കുന്നതെന്ന് KPCC മുൻ പ്രസിഡന്റ് VM സുധീരൻ. UDF മണലൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രത്തിൽ മോദിയും കേരളത്തിൽ പിണറായിയും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. അഴിമതിക്കും ദുർഭരണത്തിനും എതിരെയുള്ള വിധിയെഴുത്താകണം തെരഞ്ഞെടുപ്പ് വിജയമെന്നും സുധീരൻ കൂട്ടിച്ചേർത്തു. സമാധാന പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്ന, സമാധാനം അട്ടിമറിക്കുന്ന നരേന്ദ്രമോദി, കേരളത്തിൽ സമാധാനം അട്ടിമറിക്കുന്ന പിണറായി വിജയൻ, രാജ്യത്തെ ദുരിതങ്ങളിലേക്ക്, ജനദ്രോഹ നടപടികളിലേക്ക് നീങ്ങുന്ന പിണറായി വിജയൻ, ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ താല്പര്യമില്ലാത്ത നരേന്ദ്രമോദി, ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ താല്പര്യമില്ലാത്ത പിണറായി വിജയൻ. ചുരുക്കി പറഞ്ഞാൽ ഈ 2 ശക്തികൾക്കും എതിരായിട്ടുള്ള പോരാട്ടം, ഈ 2 ശക്തികളിൽ നിന്നും രാജ്യത്തെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള, നാടിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല മാർഗമാണ് നമ്മുടെ മുന്നിൽ കൈവരുന്ന മാർഗമാണ് ഈ തെരഞ്ഞെടുപ്പ്.
ആ തെരഞ്ഞെടുപ്പിൽ നമുക്ക് അഭിമാനിക്കാം. കെ ബാബു അധ്യക്ഷനായി. മതധ്രുവീകരണം ഉണ്ടാക്കാൻ മാത്രമാണ് പ്രധാനമന്ത്രി മോദി ശ്രമിക്കുന്നതെന്ന് പ്രഭാഷണം നടത്തിയ സ്ഥാനാർത്ഥി കെ മുരളീധരൻ പറഞ്ഞു. ഇവിടെ വോട്ടിനായി അരമനകൾ കയറിയിറങ്ങുന്നവർ മണിപ്പൂരിൽ പള്ളികൾ തകർക്കുകയാണ്. കോൺഗ്രസ് രാജ്യത്തെ ഒന്നായി കാണാൻ ശ്രമിക്കുമ്പോൾ വിഭജിച്ച് ഭരിക്കുകയാണ് സംഘപരിവാർ. പൗരത്വ ഭേദഗതിക്കെതിരെ നടന്ന ജനകീയ സമരത്തിൽ 854 കേസുകൾ എടുത്തയാളാണ് പിണറായി വിജയൻ. ഇദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെ വിശ്വസിക്കുമെന്നും അദ്ദേഹം ചോദിച്ചു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് മുഴുവൻ സീറ്റുകളിലും കോൺഗ്രസും സഖ്യകക്ഷികളും വിജയിച്ചു വരണം. ഇപ്പോൾ നമുക്കറിയാം, ഈ ഇലക്ഷൻ കഴിയുമ്പോൾ രാഷ്ട്രപതി തലയെണ്ണുമല്ലോ, കോൺഗ്രസിന് എത്ര, BJPക്ക് എത്ര. ഈ CPM-നെയും മറ്റും ആരോട് എണ്ണാൻ പോകുന്നില്ല. അപ്പൊ എന്തിനാ എണ്ണയില്ലാത്ത സ്ഥലത്തേക്ക് ഇവരെ പറഞ്ഞു കൊടുക്കും? മാത്രമല്ല, യെച്ചൂരി ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഉണ്ടാവുന്നതാണ്. പക്ഷേ കേരളത്തിൽ നിന്ന് MP-മാരുടെ എണ്ണം കൂടിയാൽ യെച്ചൂരി ദുർബലനാവും. കാരണം പിണറായി ശക്തനാവും. പിണറായി ശക്തനായാലോ മോഡിയായിട്ട് അന്തർധാര ഉണ്ടാക്കും. നേരത്തെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ, ഞാൻ അന്തർധാര ഉണ്ടാക്കിയില്ലെങ്കിൽ കുടുംബം മാത്രമല്ല അധികം ഭാഗത്തേക്ക് പോകും. അതുകൊണ്ടുള്ള അന്തർധാരയുടെ ഭാഗമായിട്ടാണ് പിണറായി വിജയൻ കോൺഗ്രസിനെ മാത്രം അറ്റാക്ക് ചെയ്തുകൊണ്ട് ഇപ്പൊ മുന്നോട്ട് പോകുന്നു. PA മാധവൻ, സുനിൽ അന്തിക്കാട്, CC ശ്രീകുമാർ, ഷാജി കോടങ്കണ്ടത്ത്, KR ഗിരിജൻ, CV കുര്യാക്കോസ്, ഹസ്കർ അലി തങ്ങൾ, ജോസഫ് ചാലിശ്ശേരി, ദീപൻ മാസ്റ്റർ, സുബൈദ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. തൃശൂരിലെ ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന്റെ വിജയം സുനിശ്ചിതമാക്കാൻ LDF ചിറ്റാട്ടുകര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ബ്രഹ്മകുളം പൌർണമി പാലസിൽ ചേർന്ന കൺവെൻഷൻ CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം KF ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. PG സുബിദാസ് അധ്യക്ഷനായി. ഇടതുമുന്നണി നേതാക്കളായ രാകേഷ് കണിയാമ്പറമ്പിൽ, VC വിൻസെന്റ്, PL ഡൊമിനി, TK ചന്ദ്രൻ, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി, സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായ ഡോക്ടർ സൈനുൽ ഹുക്മാൻ എന്നിവർ സംസാരിച്ചു. നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത കൺവെൻഷനിൽ ചെയർമാൻ PG സുബിദാസ്, കൺവീനർ ഷാജി കാക്കശ്ശേരി, ട്രഷറർ TA ഗോപി എന്നിവരെ തെരഞ്ഞെടുത്തു. പുന്നേർകുളം പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം തെരഞ്ഞെടുത്ത കർഷകർക്ക് കന്നുകുട്ടികളെ വിതരണം ചെയ്തു. ബുധനാഴ്ച രാവിലെ 11 മണിക്ക് ഉപ്പുങ്ങൽ 6-ാം വാർഡ് പാലായിൽ കടവ് പരിസരത്തായിരുന്നു വിതരണം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാറിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വെറ്റിനറി ഡോക്ടർ നിയാസ് പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് മെമ്പർ ഷംസു, വെറ്റിനറി അസിസ്റ്റന്റ് ബിജു എന്നിവർ സംസാരിച്ചു. 19 വാർഡുകളിലേക്കായി 38 കന്നുകുട്ടികളെയാണ് പകുതി സബ്സിഡി നിരക്കിൽ കർഷകർക്ക് വിതരണം ചെയ്തത്. 8 മാസം പ്രായമായ കന്നുകുട്ടികളെ സേലത്ത് നിന്നെത്തിച്ച് നേരിട്ട് കർഷകരുടെ കൈകളിൽ എത്തിക്കുകയായിരുന്നു. കൊടും വേനലിൽ പറവകൾക്ക് ആശ്വാസമേകാൻ വിദ്യാലയങ്ങൾ വഴി പാനസ്നാന പാത്രങ്ങൾ വിതരണം ചെയ്തു. പറവകൾക്കായുള്ള പാനസ്നാന പാത്ര വിതരണത്തിന്റെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം പുതുശ്ശേരി സെന്റ് ഫ്രാൻസിസ് LP സ്കൂളിൽ നടന്നു. സ്കൂൾ ഹാളിൽ നടന്ന പാത്രവിതരണം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് വിദ്യാർത്ഥികൾക്ക് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. കൊച്ചുകുട്ടികളിൽ കരുണയുടെ, ആർദ്രതയുടെയും ബാലപാഠങ്ങൾ പഠിപ്പിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ആൻസി വില്യംസ് പറഞ്ഞു. പുതുശ്ശേരി സെന്റ് ഫ്രാൻസിസ് LP സ്കൂളിലെ പ്രധാന അധ്യാപകൻ ഫ്രാൻസിസ് K ജോസഫ് അധ്യക്ഷനായി. തൈക്കാട് VR അപ്പുമാസ്റ്റർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപിക EV സതീദേവി ടീച്ചർ, മറ്റം സെന്റ് ഫ്രാൻസിസ് LP സ്കൂളിലെ പ്രധാന അധ്യാപിക PA ജാൻസി ടീച്ചർ, പറപ്പൂർ സെന്റ് ജോൺസ് LP സ്കൂളിലെ അധ്യാപകൻ TJ വിജു മാസ്റ്റർ, ശ്രീനിവാസൻ മാസ്റ്റർ, ഡൊമിനിക് കൂനമുച്ചി, AS സെൽമ, റിയ ഡേവിസ്, ജോൺസൺ കാക്കശ്ശേരി, മേജർ PJ സ്റ്റൈജു, MJ ലിജി എന്നിവർ സംസാരിച്ചു. അധ്യാപകരായ ടിറ്റോ ഡേവിസ്, രേഷ്മ അജീഷ്, അശ്വതി വിനീഷ് എന്നിവരും വിദ്യാർത്ഥികളായ ജോർനാഥ് ഫ്രാൻസിസ്, ജോൺ പോൾ, MM ദിയ, PD അക്ഷോഭ്യ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ സ്റ്റൈജു മാസ്റ്റർ തൃശൂർ ജില്ലയിലെ 25ഓളം പഞ്ചായത്തുകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രൈമറി വിദ്യാലയങ്ങളിലാണ് പക്ഷികൾക്കായി പാനസ്നാനപാത്രം വിതരണം നടത്തുന്നത്. വരും ദിവസങ്ങളിൽ മറ്റ് വിദ്യാലയങ്ങളിലും പാനസ്നാനപാത്ര വിതരണം നടത്തുമെന്ന് മാസ്റ്റർ അറിയിച്ചു. കാലാവസ്ഥാ വ്യതിയാനം മൂലം കുടിവെള്ളം പോലും ലഭ്യമാകാതെ കഷ്ടപ്പെടുന്ന പറവകൾക്കായാണ് പാനസ്നാനങ്ങൾക്കായി പാത്രങ്ങൾ വിതരണം ചെയ്യുന്നത്. CCTV ന്യൂസ്, കേച്ചേരി. പുന്നേർകുളം ചമ്മന്നൂർ GM LP സ്കൂളിൽ പഠനോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഇതിന്റെ ഭാഗമായി KG വിഭാഗത്തിന്റെ പഠനോപകരണ പ്രദർശനവും തൈക്കോണ്ടോ അഭ്യാസ പ്രകടനവും നടന്നു.
സ്കിറ്റ്, പാവനാടകം, വഞ്ചിപ്പാട്ട്, ആംഗിപ്പാട്ട്, കവിതാവിഷ്കാരം എന്നിവ കുട്ടികൾ അവതരിപ്പിച്ചു. പ്രധാനാധ്യാപിക ബിന്ദു ടീച്ചറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം മാതൃസമിതി പ്രസിഡന്റ് സനീറ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരായ ഫെമിന, ആനന്ദ്, ജിലു എന്നിവർ സംസാരിച്ചു. തീരദേശ ഹൈവേ സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് സ്ഥലമുടമകളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനുവേണ്ടി എംഎൽഎമാരുടെ നേതൃത്വത്തിൽ നാട്ടുകാരുമായി ചർച്ച നടത്തി. അണ്ടത്തോട് പെരിയമ്പലം വി പി മാമു മെമ്മോറിയൽ കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ യോഗത്തിൽ പൊന്നാനി എംഎൽഎ പി നന്ദകുമാർ, ഗുരുവായൂർ എംഎൽഎ എൻ കെ അക്ബർ, പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു, പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, പെരുമ്പടപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ബിനീഷ മുസ്തഫ, വാർഡ് മെമ്പർ പി എസ് അലി എന്നിവർ സംബന്ധിച്ചു. ഗുരുവായൂർ നഗരസഭയിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും വിതരണം ചെയ്തു. നഗരസഭ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ എം കൃഷ്ണദാസ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ അധ്യക്ഷത വഹിച്ചു. പട്ടികജാതി വികസന ഓഫീസർ അഞ്ജിത അശോക് പദ്ധതി വിശദീകരണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈലജ സുധൻ, കൌൺസിലർമാരായ അജിത ദിനേശൻ, പി പി മധുസൂദനൻ, ദീപ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചിലവിട്ട് 98 ഗുണഭോക്താക്കൾക്കാണ് മേശയും കസേരയും നൽകിയത്. 30 വർഷം തരിശായി കിടന്നിരുന്ന 200 ഏക്കർ നെൽവയൽ കൃഷിയോഗ്യമാക്കി കർഷകർ ഇറക്കിയ കൃഷി ഉണക്ക ഭീഷണിയിൽ. കടവല്ലൂർ പാടശേഖരത്തിൽപ്പെട്ട ഒതളൂർ ബണ്ട് മുതൽ കടവല്ലൂർ മരങ്ങാട് പാടം വരെയുള്ള നെൽകൃഷിയാണ് വെള്ളമില്ലാതെ ഉണങ്ങി നശിക്കുന്നത്. 100ഓളം കർഷകർ ചേർന്ന് ഏറെ പ്രതീക്ഷയോടെയാണ് 4 വർഷം മുൻപ് ഒട്ടേറെ പ്രതിസന്ധികൾ തരണം ചെയ്ത് തരിശുഭൂമി കൃഷിക്ക് വേണ്ടി ഒരുക്കിയത്. പാഴ്ചെടികൾ വളർന്ന് കാടുപിടിച്ചു കിടന്നിരുന്ന പാടങ്ങൾ 6 മാസത്തെ അധ്വാനത്തിനൊടുവിലാണ് കൃഷിയോഗ്യമാക്കിയത്. പാഴ്ചെടികളും ചണ്ടിയും മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മാറ്റുകയും 4 തവണ ഉഴൽ നടത്തുകയും പുതുതായി വരമ്പുകൾ നിർമ്മിക്കുകയും ചെയ്തു. കർഷകർ ചേർന്ന് പണം സ്വരൂപിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തിയത്. പെട്ടിയും പറയും വലിയ തുകയ്ക്ക് വാടകയ്ക്കെടുത്ത് പാടശേഖരത്തിലെ വെള്ളം വറ്റിച്ചാണ് കൃഷി ഇറക്കുന്നത്. വേമ്പൻ തോട്ടിൽ നിന്നും മരങ്ങാട് താഴം തോട്ടിലേക്ക് പമ്പ് ചെയ്തു നിറയ്ക്കുന്ന വെള്ളമാണ് പിന്നീട് കൃഷിക്ക് ഉപയോഗിക്കുക. വേമ്പൻ തോട്ടിലേക്ക് ആവശ്യമായ വെള്ളം ഒതളൂർ ബണ്ടിൽ നിന്നും പമ്പ് ചെയ്യും. സാധാരണയായി 50 ദിവസമാണ് പമ്പിംഗ് നടത്തുക. എന്നാൽ ഇത്തവണ ജനുവരി 10 മുതൽ 4 ദിവസം മാത്രമാണ് പമ്പിംഗ് നടന്നത്. ആവശ്യമായ വെള്ളം ശേഖരിക്കാൻ സാധിക്കാതെ വന്നതോടെ വേമ്പൻ തോടും മരങ്ങാട് തോടും പൂർണ്ണമായും വറ്റി. കടവല്ലൂർ പാടശേഖരത്തിലെയും വേമ്പൻപടവ് പാടശേഖരത്തിലെയും 300 ഏക്കർ നെൽകൃഷിയാണ് ഉണങ്ങി നശിക്കുന്നത്. ദിവസങ്ങൾക്കുള്ളിൽ മഴ ലഭിച്ചാൽ കുറച്ചു ഭാഗങ്ങൾ ചിലപ്പോൾ രക്ഷപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. കൃഷി തുടരണമെങ്കിൽ തോടിന്റെ ആഴവും വീതിയും കൂട്ടി കൂടുതൽ ജലസംഭരണം ഉറപ്പാക്കണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നു. വലിയൊരു സംഖ്യ പാടശേഖരത്തിൽ കർഷകർ ഇറങ്ങിയിരിക്കുക. എന്നിട്ടാണ് ഈ അവസ്ഥ. നമ്മളിത് 3-4 വർഷം കൊണ്ടാണ് പാടശേഖരത്തിൽ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിയും എന്ന് കരുതിയിരുന്നത്. പക്ഷെ എന്താ വെച്ചെങ്കിൽ ഈ നിലയ്ക്കാണെന്ന് വെച്ചെങ്കിൽ നമുക്കത് കഴിയില്ല. ഇപ്പോൾ കർഷകർ പറയണം എന്താ വെച്ചെങ്കിൽ ആ ചെയ്ത 100ഓളം കർഷകർ കൃഷി ഉപേക്ഷിച്ച് ഇത് വേണ്ടാന്ന് വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വീണ്ടും നമ്മുടെ പാടശേഖരം വീണ്ടും തരിശ് കിടക്കാനുള്ള ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 30 വർഷമായിട്ട് തരിശായി കിടക്കുന്ന സ്ഥലം ഇത്തരത്തിൽ കൃഷിയോഗ്യമാക്കി മാറ്റിയതിന് കർഷകർക്കും അതുപോലെ തന്നെ പഞ്ചായത്ത് സംവിധാനങ്ങൾക്കും പാടശേഖര സമിതിക്കും വലിയ പങ്കുണ്ട്. പക്ഷേ അതിന് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റാത്തൊരു സ്ഥിതി ഇപ്പോൾ വന്നിരിക്കുക. ചെറിയ സൗകര്യങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്താൻ നമുക്ക് സാധിച്ചു എന്നല്ലാതെ ഈ വന്ന പ്രതിസന്ധി എങ്ങനെ മറികടക്കാമെന്നുള്ളത് അധികാരികളുമായി ആലോചിച്ചുകൊണ്ട് തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ സംഭവിച്ച കാര്യങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് ഞങ്ങൾ പോവും. അത് ലഭ്യമാകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. മറ്റൊന്ന്, വലിയ മോട്ടോറുകൾ നമുക്ക് കിട്ടണം. ആ കിട്ടുന്ന മോട്ടോർ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് അടുത്ത വർഷം ഈ ഒരു പ്രതിസന്ധി ഇല്ലാതെ മറികടക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് ഇനി ഏർപ്പെടണം എന്നുദ്ദേശിക്കുന്നത്. ഒപ്പം നേരത്തെ കൃഷി തുടങ്ങുകയും വേണം. പാടത്തെ വെള്ളം വറ്റിച്ചാൽ മാത്രമേ ഈ മേഖലയിൽ നേരത്തെ കൃഷി ഇറക്കാൻ സാധിക്കൂ. അതിന് 30 HP ശേഷിയുള്ള പെട്ടിയും പറയും ആവശ്യമുണ്ട്. കടവല്ലൂർ പാടശേഖരത്തിലെ കൃഷി നിലനിർത്താൻ അധികൃതരുടെ ഇടപെടൽ ഉടൻ വേണമെന്ന് പാടശേഖര സമിതി ഭാരവാഹികളായ KM മണികണ്ഠനും KC വിശ്വംഭരനും ആവശ്യപ്പെട്ടു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. ഈ അക്കാദമിക വർഷത്തിൽ കുട്ടികൾ ആർജിച്ച പഠന മികവുകളുടെ അവതരണമാണ്
പഠനോത്സവത്തെ ആകർഷകമാക്കിയത്. സ്കിറ്റുകളായും മേനിപ്പറച്ചിലായും ദൃശ്യാവിഷ്കാരമായും കുട്ടികൾ അവരുടെ സർഗശേഷിയും പഠന നേട്ടങ്ങളും പുറത്തെടുത്തു. സ്കൂൾ ഹാളിൽ നടന്ന പഠനോത്സവത്തിന്റെ ഉദ്ഘാടനം ചുണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മാഗി ജോൺസൺ അധ്യക്ഷയായി. ചൊവ്വന്നൂർ BRC പ്രോജക്ട് കോർഡിനേറ്റർ ഡോക്ടർ പി ലീജു പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് അംഗം VP ലീല, പ്രധാന അധ്യാപിക സജിത, സീനിയർ അധ്യാപിക ബിന്ദു, PTA വൈസ് പ്രസിഡന്റ് രജിത, ചൊവ്വന്നൂർ BRC CRC C സൗമ്യ എന്നിവർ സംസാരിച്ചു. ആറര പതിറ്റാണ്ടിന് ശേഷം കുറ്റിപ്പുറം നൊട്ടനാക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഇടിക്കളം ചടങ്ങ് നടന്നു. കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഈ ചടങ്ങ് നടന്നുവരുന്നത്. 65 വർഷം മുമ്പ് നിർത്തിവെച്ച ചടങ്ങ് ദേവപ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുനരാരംഭിച്ചത്. ദാരികവധവുമായി ബന്ധപ്പെട്ട് 6.5 പതിറ്റാണ്ട് മുൻപ് വരെ നടന്നിരുന്ന ഇടിക്കളം ചടങ്ങാണ് കുറ്റിപ്പുറം നൊട്ടനാക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ പുനരാരംഭിച്ചത്. ഉത്സവത്തിന്റെ സമാപന ദിനത്തിലാണ് ചടങ്ങ് നടന്നത്. 7 ഉരലും 14 ഉലക്കയും ക്ഷേത്രാങ്കണത്തിൽ തയ്യാറാക്കിയ ശേഷം 7 പുരുഷന്മാരും 7 സ്ത്രീകളും ചേർന്നാണ് ഇടിക്കളം ചടങ്ങിന് നേതൃത്വം നൽകിയത്. ഇടിക്കുന്ന 14 പേർക്ക് പുറമെ പൊടിക്കാരായി 10 പേരും ഉണ്ടാകും. ഇടിക്കളത്തിന് ഉരലിൽ കരിക്ക്, പച്ചമഞ്ഞൾ, കുരുത്തോല, പൂക്കുല, വാഴപ്പോള തുടങ്ങിയവയാണ് സമർപ്പിക്കുന്നത്. വ്രതം നോറ്റ ശേഷമാണ് പുരുഷന്മാരും സ്ത്രീകളും ചടങ്ങിൽ പങ്കെടുക്കുന്നത്. കോമരത്തിന്റെ സാന്നിധ്യത്തിൽ വാദ്യമേളങ്ങളോടെയായിരുന്നു ചടങ്ങ്. ഉത്സവ സമാപനത്തിന്റെ ഭാഗമായി കമ്പാല ക്ഷേത്രത്തിൽ നിന്നുള്ള മധുകുംഭം എഴുന്നള്ളിപ്പിന് ശേഷമാണ് ചടങ്ങ് നടന്നത്. ദാരികവധത്തിന്റെ പ്രതീകമായി നടത്തുന്ന ഈ ചടങ്ങിന് പുതുതലമുറയിലുള്ളവർ ആദ്യമായാണ് സാക്ഷികളായത്. തുടർന്ന് ഗുരുതിക്കുശേഷം മരായത്ത് തറവാട്ടിലേക്ക് ഭഗവതിയുടെ തിരിച്ചെഴുന്നള്ളത്ത് നടന്നതോടെ 9 ദിവസം നീണ്ടുനിന്ന ഉത്സവത്തിന് കൊടിയിറങ്ങി. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ചൂണ്ടൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു. കേച്ചേരി ഗവൺമെന്റ് LP സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച വിനോദയാത്ര പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. വൈസ് പ്രസിഡന്റ് PT ജോസ് അധ്യക്ഷനായി. മെട്രോ ട്രെയിൻ, വാട്ടർ മെട്രോ എന്നിവയിലെ യാത്ര, മറൈൻ ഡ്രൈവ്, നെടുമ്പാശ്ശേരി എയർപോർട്ട്, ചെറായി ബീച്ച് എന്നിവിടങ്ങളിലെ സന്ദർശനം എന്നിവയെല്ലാം കാണാനുള്ള അവസരമൊരുക്കിയിരുന്നു. ഭിന്നശേഷിക്കാരായ 55 കുട്ടികൾ ഉൾപ്പെടെ 110 പേർ യാത്രയിൽ പങ്കെടുത്തു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ഹസ്നുൽ ബന്ന, പഞ്ചായത്ത് അംഗം TP പ്രജീഷ്, ICDS ഓഫീസർ MV ലീജ, പ്ലാൻ ഫെസിലിറ്റർ വത്സൻ പാറന്നൂർ, BRC സ്പെഷ്യൽ അധ്യാപകരായ CF പ്രിജി, നിമ്മി റോസ്, KT മിൻസി, അങ്കണവാടി അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കിടങ്ങൂർ കാർത്യായനി ദേവിക്ക് കല്ലഴി മ്യൂസിക് സമർപ്പിക്കുന്ന ഭക്തിഗാനം ദേവി കാർത്യായനിയുടെ പ്രകാശനം നടന്നു. ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ തന്ത്രി പാലാഞ്ചേരി ഹരിനമ്പൂതിരി ക്ഷേത്രം പ്രസിഡന്റ് കൊട്ടാരപ്പാട്ട് അച്ചൂട്ടിക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. ഗാനത്തിന്റെ രചനയും സംഗീതവും നിർവഹിച്ച ബിനു K ബാലകൃഷ്ണൻ, കല്ലഴി ക്ഷേത്രം പ്രസിഡന്റ് KK ആനന്ദൻ, പരമേശ്വരൻ നായർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കല്ലഴി മ്യൂസിക്സിന്റെ 11ാമത് മ്യൂസിക്കൽ ആൽബമാണ് ദേവി കാർത്യായനി. ഗാനം ആലപിച്ചിരിക്കുന്നത് ചന്ദ്രബാബുവും രഞ്ജിനി രഞ്ജിത്തുമാണ്. ഓർക്കസ്ട്ര വിൽസൺ KS, റിഥം സന്ദീപൻ വെങ്കിടേഷ്, റെക്കോർഡിംഗ് SM സ്റ്റുഡിയോ ഇടപ്പള്ളി എന്നിവരാണ്. കിടങ്ങൂർ ക്ഷേത്രത്തിലും നെച്ചിത്തടം സുബ്രഹ്മണ്യ കോവിലിലുമായാണ് ഗാനം ചിത്രീകരിച്ചിരിക്കുന്നത്. ആൽബം സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് രഞ്ജിത്താണ്. ക്യാമറ വിജേഷ് നാഥും എഡിറ്റിംഗ് ഷൈനോ ഷാബിയും നിർവഹിച്ചു. ഐശ്വര്യലക്ഷ്മി ഗുരുവായൂരാണ് ആൽബത്തിൽ ഭഗവതിയായി വേഷമിട്ടിരിക്കുന്നത്. കല്ലഴി മ്യൂസിക്സിന്റെ ബാനറിൽ സൗമ്യ ബിനു നിർമ്മിച്ച ആൽബം കല്ലഴി മ്യൂസിക്സ് യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അസുരനു ഭീതിയാം അമ്മതൻ തൃപ്പാദം ഭക്തനാമടിയൻ കുമ്പിടുന്നേ. അസുരനു ഭീതിയാം അമ്മതൻ തൃപ്പാദം ഭക്തനാമടിയൻ കുമ്പിടുന്നേ. ലോകർ കാർത്യായനി ദേവി കാത്തിടുമമ്മേ ആനന്ദ
കാത്തിടുമമ്മേ ആനന്ദദായിനി കാത്തിടുമമ്മേ ആനന്ദദായിനി. CCTV ന്യൂസ് വേലൂർ. മറ്റം സെന്റ് മേരീസ് കോൺവെന്റ് LP സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. കുട്ടികളുടെ വിവിധങ്ങളായ പരിപാടികളോടെ സ്കൂൾ ഹാളിൽ ആഘോഷിച്ച പഠനോത്സവം കണ്ടാണിശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് PV നിവാസ് അധ്യക്ഷനായി. ചൊവ്വന്നൂർ BRC പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ P ലിജു മുഖ്യാതിഥിയായി. പ്രധാന അധ്യാപിക സിസ്റ്റർ അഞ്ജലി അരിമ്പൂർ, BRC കോർഡിനേറ്റർ സൗമ്യ ടീച്ചർ, ടെജി ടീച്ചർ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥിനികളുടെ ഗണിത തിരുവാതിര, ഇംഗ്ലീഷ് സ്കിറ്റ്, നാടകം തുടങ്ങി വിവിധ പരിപാടികളും കുട്ടികളും അധ്യാപകരും തയ്യാറാക്കിയ പഠന സാമഗ്രികളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിനായി അനുവദിച്ച ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം മെഡിക്കൽ കോളേജ് പരിസരത്ത് വെച്ച് സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. 25 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അത്യാധുനിക ജീവൻ രക്ഷാ ഉപകരണങ്ങൾ സജ്ജീകരിച്ച ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് അനുവദിച്ചത്. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ V ഷീല, സൂപ്രണ്ട് ഇൻചാർജ് രാധിക, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജമീല, സ്വപ്ന ശശി, അവണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി, സ്ഥിരം സമിതി അധ്യക്ഷൻ NK രാധാകൃഷ്ണൻ, തോംസൺ തലക്കോടൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പലപ്പോഴും നാട്ടുകാർ പറയാ ICU ഫെസിലിറ്റീസ് ഉള്ള ആംബുലൻസ് എന്നാണ് പറയാ. പലപ്പോഴും നമ്മൾ അന്വേഷിച്ച് നടക്കേണ്ട സാഹചര്യം ഉണ്ടാകാറുണ്ട്. നമുക്കറിയാം, തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് കൊടുക്കുന്ന ആംബുലൻസ് അതിനാവശ്യമായ രീതിയിൽ സംവിധാനങ്ങൾ ഒരുക്കാൻ ഉതകുന്ന രീതിയിലുള്ള ആംബുലൻസ് ആകണം എന്ന രീതിയിലുള്ള ഒരു നിർദ്ദേശം ബന്ധപ്പെട്ട ഡോക്ടർമാരിൽ നിന്നൊക്കെ തന്നെ ലഭിക്കുകയുണ്ടായി. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു ആംബുലൻസ് നമുക്ക് അനുവദിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചത്. നിരവധി ചർച്ചകളും ഇടപെടലുകളൊക്കെ നടത്തിയതിന് ശേഷമാണ് ആ രീതിയിൽ രൂപകൽപ്പന ചെയ്യപ്പെട്ട ഒരു ആംബുലൻസ് നമുക്ക് ലഭ്യമായത്. ഇന്നലെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയും കേരളത്തിൻ്റെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ശ്രീ K രാധാകൃഷ്ണനും പിന്നെ വീണ ജോർജ് മിനിസ്റ്ററുടെയും സാന്നിധ്യത്തിൽ 600 കോടിയിൽ പരം വരുന്ന പെരുമ്പിലാവ് അറയ്ക്കൽ സെന്ററിന് സമീപം ജലവിതരണ പൈപ്പ് പൊട്ടി വെള്ളം തോട്ടിലേക്ക് ഒഴുകുന്നു. റോഡരികിലെ കാനയിലൂടെ പോകുന്ന പൈപ്പ് പൊട്ടിയാണ് ജലം പാഴാകുന്നത്. വലിയ പൈപ്പായതിനാൽ ശക്തിയോടെയുള്ള ഒഴുക്കിൽ ലിറ്റർ കണക്കിന് വെള്ളമാണ് നഷ്ടമാകുന്നത്. വെള്ളം സമീപത്തെ തോട്ടിലൂടെ ഒഴുകി പാടത്ത് നിറഞ്ഞ അവസ്ഥയാണ്. ജല അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പാണ് പൊട്ടിയിരിക്കുന്നത് എന്നാണ് സൂചന. വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായെന്ന് നാട്ടുകാർ പറയുന്നു. ഗുരുവായൂർ YMCAയും വനിതാ ഫോറവും സംയുക്തമായി വനിതാ ശാക്തീകരണ ശില്പശാല സംഘടിപ്പിച്ചു. ഗുരുവായൂർ LF കോളേജിൽ നടന്ന ശില്പശാല ചാവക്കാട് നഗരസഭാ അധ്യക്ഷ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. YMCA പ്രസിഡന്റ് ബാബു വർഗീസ് അധ്യക്ഷത വഹിച്ചു. വ്യാജ പരാതിയിൽ 72 ദിവസം ജയിൽ ശിക്ഷ അനുഭവിച്ച ചാലക്കുടി സ്വദേശിനി ഷീല സണ്ണി മുഖ്യാതിഥിയായിരുന്നു. വനിതാരത്ന പുരസ്കാരത്തിന് അർഹരായ LF കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ജീസ്മ തെരേസ്, വനിതാ സംരംഭക ഷീല സണ്ണി, മോട്ടിവേഷണൽ പരിശീലക ആശ സുരേഷ്, ചാവക്കാട് നഗരസഭാ കൌൺസിലർമാരായ ബേബി ഫ്രാൻസിസ്, ജോയ്സി എന്നിവരെ ആദരിച്ചു. സംരംഭകരായ LF കോളേജിലെ 44 വിദ്യാർത്ഥിനികൾക്കും പുരസ്കാരങ്ങൾ നൽകി. ദേശീയ തലത്തിൽ മെഡലുകൾ നേടിയ ആർച്ചറി, കബഡി, തായ്ക്കോണ്ടോ താരങ്ങളെ അനുമോദിച്ചു. YMCA സബ് റീജിയണൽ ചെയർമാൻ MV ജോൺസൺ, CD ജോൺസൺ, ജോസ് ലൂയിസ്, സ്വപ്ന ജോണി, നീന ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. അകക്കണ്ണിൽ പഠിച്ചെടുത്ത താളത്തിൽ കൊട്ടിക്കയറി തായമ്പകയിൽ വിസ്മയം തീർക്കുകയാണ് രശ്മി മണികണ്ഠൻ. ചേലക്കര പുലാക്കോട് കണ്ടം കുമരത്ത് മണികണ്ഠൻ രാജേശ്വരി ദമ്പതികളുടെ രണ്ടാമത്തെ മകളാണ് 9ാം ക്ലാസ്സുകാരിയായ രശ്മി. കുറവുകളെ നിറവുകളാക്കി ജീവിതത്തിന് നിറം നൽകാനാവുമെന്ന് തെളിയിച്ച ഈ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥി ഇന്ന് ഏവർക്കും മാതൃകയാവുകയാണ്. അമ്മ രാജേശ്വരിയുടെ ശാരീരിക ബുദ്ധിമുട്ടുകളാൽ മാസം തികയാതെയുള്ള പ്രസവത്തിലാണ് രശ്മിയുടെ ഞരമ്പുകൾക്ക് ശേഷി നഷ്ടപ്പെട്ടതും മറ്റവശതകളുണ്ടായതും. ജനിച്ച നാൾ മുതൽ ശാരീരിക ബുദ്ധിമുട്ടുകളാണ്. ദീർഘകാലം ആശുപത്രിവാസം തന്നെയായിരുന്നു. നിരവധി ചികിത്സകൾ നടത്തിയെങ്കിലും കാഴ്ച ലഭിക്കില്ലെന്ന യാഥാർത്ഥ്യം കുടുംബത്തെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലെത്തിച്ചു. പിന്നീട് അത്താണി JMJ സ്പെഷ്യൽ സ്കൂളിൽ ചേർന്നതോടെയാണ് രശ്മിയുടെ ഓരോ കഴിവുകളും മനസ്സിലാക്കാനായത്.
ചുരുങ്ങിയ കാലയളവ് കൊണ്ട് കലാപ്രകടനത്തിൽ നിരവധി സമ്മാനങ്ങളും കരസ്ഥമാക്കി. കോവിഡ് കാലത്ത് വിദ്യാലയങ്ങൾ അടച്ചപ്പോഴാണ് ഹോസ്റ്റലിൽ നിന്നും വീട്ടിലെത്തിയ രശ്മിക്ക് നേരമ്പോക്കിനായി തായമ്പക കലാകാരൻ കൂടിയായ പിതാവ് മണികണ്ഠൻ തായമ്പക അഭ്യസിപ്പിക്കാൻ തുടങ്ങിയത്. തായമ്പക പഠിച്ചെടുക്കാൻ സാധിക്കുമോ എന്ന് പോലും അറിയില്ലായിരുന്നു. എന്നാൽ വെറും 2 മാസം കൊണ്ട് 12-ാം വയസ്സിൽ അരങ്ങേറ്റം നടത്താനായത് രശ്മിയുടെ നിശ്ചയദാർഢ്യമാണെന്നും തായമ്പകയിൽ വിദഗ്ധയായ മകളുടെ ഗുരുവായതിൽ തനിക്കിപ്പോൾ അഭിമാനമുണ്ടെന്നും മണികണ്ഠൻ പറയുന്നു. 9-ാം ക്ലാസ്സുകാരിയായ രശ്മി സ്കൂൾ പഠനത്തോടൊപ്പം ഇപ്പോൾ 50-ലധികം വേദികളിലാണ് കുറവുകളെ അതിജീവിച്ച് തായമ്പകയിൽ മാസ്മരികത തീർക്കുന്നത്. CCTV ന്യൂസ്, വേലൂർ. മുണ്ടൂർ പഴമുക്ക് GLP സ്കൂളിൽ സ്റ്റാർട്ട്സ് പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം പദ്ധതി സേവ്യർ ചിറ്റലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. കൈപ്രമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാദേവി അധ്യക്ഷത വഹിച്ചു. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. BRC ട്രെയിനർ TR ഗീത, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM ലെനിൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അജിത ഉമേഷ്, ലിൻഡി ഷിജു, PTA പ്രസിഡന്റ് VK ശ്രീജിത്ത്, വാർഡ് മെമ്പർമാരായ മേരി പോൾസൺ, മിനി പുഷ്കരൻ, സുഷിത ബാനിഷ്, പ്രധാന അധ്യാപിക KK റീജ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി സർക്കാരിന്റെ ക്ഷാമാശ്വാസ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിച്ചു. കുന്നംകുളം താലൂക്ക് ഓഫീസിന് മുന്നിൽ KSSPA സംസ്ഥാന കൌൺസിലർ TS സുബ്രഹ്മണ്യൻ ഉത്തരവ് കത്തിച്ചുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്തു. ഹരിദാസ് അധ്യക്ഷനായി. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 2021 മുതൽ കുടിശ്ശികയുള്ള ക്ഷാമബത്ത, ക്ഷാമാശ്വാസം എന്നിവ 1 ഗഡു 2% അനുവദിച്ചതായുള്ള ഉത്തരവിൽ എന്നുമുതലാണ് കുടിശ്ശികയുള്ള തുക അനുവദിച്ചതെന്ന് വ്യക്തമായ തീയതികൾ രേഖപ്പെടുത്താത്തതിനാൽ അർഹരായവർക്ക് തുക ലഭിക്കാതെ വരുന്നതിൽ പ്രതിഷേധിച്ചും മുൻകാല പ്രാബല്യത്തോടു കൂടിയുള്ള തീയതി ഉത്തരവിൽ രേഖപ്പെടുത്തണമെന്നും പെൻഷൻ ആനുകൂല്യം ലഭിക്കുന്നവർക്ക് അത് ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധം. നിയോജക മണ്ഡലം സെക്രട്ടറി AA അബ്ദുൾ മജീദ്, MS ജയപ്രകാശ്, കൊച്ചുറാണി, KC റിജി മാസ്റ്റർ, വർഗീസ് ജോർജ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി നഗരസഭയിലെ മുണ്ടത്തിക്കോട് നഴ്സിംഗ് കോളേജ് സ്ഥാപിക്കാൻ 4 കോടി രൂപ അനുവദിച്ച ഉത്തരവായതായി സേവ്യർ ചിറ്റലപ്പള്ളി MLA അറിയിച്ചു. 2015-ൽ സഹകരണ മേഖലയിൽ എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങാനായി മുണ്ടത്തിക്കോട് വില്ലേജിൽ കണ്ടെത്തിയ 5 ഏക്കർ 40 സെന്റിലാണ് നഴ്സിംഗ് കോളേജ് സ്ഥാപിക്കുക. എഞ്ചിനീയറിംഗ് കോളേജ് നിർമ്മാണത്തിനായി കോപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷന് ഉപയോഗാനുമതി നൽകിയ ഭൂമിയിൽ 46 കോടി രൂപയുടെ ബഹുനില കോളേജ് കെട്ടിടം വിഭാവനം ചെയ്തിരുന്നു. 10.29 കോടി രൂപ ചിലവഴിച്ച് കെട്ടിടത്തിന്റെ താഴത്തെ നില പൂർത്തീകരിച്ചിരുന്നു. എന്നാൽ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടതോടെ നിർമ്മാണ പ്രവർത്തികൾ നിലക്കുകയായിരുന്നു. ഈ സ്ഥലവും കെട്ടിടവും പ്രയോജനപ്പെടുത്തി നൂതനമായ പ്രൊഫഷണൽ കോഴ്സുകളും ട്രെയിനിംഗ് അക്കാദമിയും പോലുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കണമെന്ന് സേവ്യർ ചിറ്റലപ്പള്ളി നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചിരുന്നു. കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റ് ക്യാപ്പിൻ്റെ കീഴിലുള്ള ഈ കോമ്പൗണ്ടിൽ ആരംഭിക്കുകയാണ്. സഹകരണ ഡിപ്പാർട്ട്മെൻറ്റും വടക്കാഞ്ചേരി MLA ശ്രീ സേവ്യർ ചിറ്റലപ്പള്ളിയും ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം രീതിയിലുള്ള ഒരു സംരംഭം, ഒരു പദ്ധതി ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. വലിയ കാലതാമസമില്ലാതെ തന്നെ ഈ പ്രവർത്തനങ്ങളാകെ ആരംഭിക്കാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കെട്ടിട സമുച്ചയത്തെ എങ്ങനെ നമുക്ക് പുതിയ സാഹചര്യത്തിൽ ഉപയോഗപ്പെടുത്താമെന്ന് ഗവൺമെൻറ്റുമായും പ്രത്യേകിച്ച് സഹകരണ ഡിപ്പാർട്ട്മെൻറ്റുമായും ചർച്ച ചെയ്യുകയായിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് വടക്കാഞ്ചേരിക്ക് ഒരു നഴ്സിംഗ് കോളേജ് ക്യാപ്പിൻ്റെ നേതൃത്വത്തിൽ ഒരു നിർദ്ദേശം ഉയർന്നു വന്നത്. അപ്പോൾ ഈ സൗകര്യത്തെ, പ്രത്യേകിച്ച് ഈ കെട്ടിട സമുച്ചയത്തെയും കോമ്പൗണ്ടിനെയും പ്രയോജനപ്പെടുത്തി ഓട്ടുപാറ ജില്ലാ ആശുപത്രിയെ മുനിസിപ്പൽ അതിർത്തിക്കകത്ത് തന്നെയാണ് പാരൻ്റ് ആശുപത്രിയായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നഴ്സിംഗ് കോളേജ് ആരംഭിക്കുന്നതിനാവശ്യമായി ഈ കെട്ടിടത്തെ ഇതേ നിലയിൽ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ. സഹകരണ മേഖലയിൽ നഴ്സിംഗ് കോളേജുകൾ ആരംഭിക്കുവാൻ സർക്കാർ ബജറ്റിൽ പ്രഖ്യാപനം നടത്തി മുന്നോട്ടു പോയതോടെയാണ് മുണ്ടത്തിക്കോട് കേപ്പിന്റെ അധീനതയിലുള്ള സ്ഥലവും പാതി നിർമ്മിച്ച കെട്ടിടവും ഇതിനായി പ്രയോജനപ്പെടുത്താമെന്ന ആശയം മുന്നോട്ട് വെച്ചത്. സഹകരണ വകുപ്പ് മന്ത്രി NV വാസവന്റെയും സേവ്യർ ചിറ്റലപ്പള്ളി MLAയുടെയും നേതൃത്വത്തിൽ നടത്തിയ ഇടപെടലുകളും ചർച്ചകളുടെയും ഭാഗമായി നഴ്സിംഗ് കോളേജ് ആരംഭിക്കാൻ തീരുമാനമാവുകയും നിർമ്മാണം ആരംഭിക്കാൻ ആദ്യഘട്ടത്തിൽ കേപ്പിന് 4 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ സേവ്യർ ചിറ്റലപ്പള്ളി MLA സ്ഥലം സന്ദർശിച്ചു.
ഉപേക്ഷിക്കപ്പെട്ട പദ്ധതിക്ക് പകരം നഴ്സിംഗ് കോളേജ് എന്ന തീരുമാനം ഈ പ്രദേശത്തിന്റെ വികസനത്തിന് മികച്ച സംഭാവന നൽകുമെന്നും തുടർ നടപടികൾ വേഗത്തിലാക്കാൻ ഇടപെടുമെന്നും MLA അറിയിച്ചു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ ഷീല മോഹനൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ ജമീലാബി ടീച്ചർ, സ്വപ്ന ശശി, കൗൺസിലർ ജിൻസി ജോയ്സൺ, PG സനീഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. CCTV ന്യൂസ് വേലൂർ. ഗുരുവായൂർ നഗരസഭയിൽ അമൃത് മിത്ര പദ്ധതി പ്രവർത്തനം ആരംഭിച്ചു. പൂക്കോട് സാംസ്കാരിക നിലയം സമുച്ചയത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈലജ സുധൻ, കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി ജിഫി ബിജോയ്, NULM നോഡൽ ഓഫീസർ VS ദീപ, അമൃത് മിഷൻ നോഡൽ ഓഫീസർ KN മാധവൻ എന്നിവർ സംസാരിച്ചു. നഗരസഭയ്ക്കകത്തെ പാർക്കുകൾ, ജലാശയങ്ങൾ എന്നിവയുടെ പരിപാലനം, വസ്തുനികുതി, വെള്ളക്കരം പിരിവ്, ജലഗുണനിലവാരം പരിശോധിക്കുക എന്നീ പ്രവൃത്തികളാണ് അമൃത് മിത്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗുരുവായൂർ നഗരസഭയിൽ നടപ്പിലാക്കുന്നത്. 50 ലക്ഷം രൂപയാണ് അമൃത് മിത്ര പദ്ധതിയുടെ അടങ്കൽ തുക. അമൃത്, NULM എന്നീ മിഷനുകൾ സംയുക്തമായി കുടുംബശ്രീ മുഖേനയാണ് പദ്ധതി നിർവഹിക്കുന്നത്. പോർക്കുളം പഞ്ചായത്തിൽപ്പെട്ട പഴഞ്ഞി പട്ടിത്തടം കോഴിക്കുളത്തിന്റെ പുനരുദ്ധാരണം പൂർത്തിയായില്ല. ഇതോടെ കുളത്തിൽ വീണ്ടും പായലും പാഴ്ചെടികളും നിറഞ്ഞു. 1/2 ഏക്കർ വിസ്തൃതിയുള്ള കുളം കനത്ത വേനലിലും വറ്റാറില്ല. പോർക്കുളം പഞ്ചായത്തിന്റെ അധീനതയിലുള്ള കുളം പതിറ്റാണ്ടുകളായി സംരക്ഷണമില്ലാതെ നശിക്കുകയാണ്. കുളം നന്നാക്കാനായി കഴിഞ്ഞ വർഷം പഞ്ചായത്ത് പദ്ധതി ഒരുക്കിയിരുന്നു. കുളം വൃത്തിയാക്കി ആഴം കൂട്ടാനും വശങ്ങളിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനുമായിരുന്നു പദ്ധതി. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുളം വൃത്തിയാക്കിയെങ്കിലും തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടായില്ല. വൃത്തിയാക്കിയ കുളത്തിൽ ഇതോടെ വീണ്ടും പായൽ നിറഞ്ഞു. കുളം വൃത്തിയാക്കുകയും സംരക്ഷണ ഭിത്തി കെട്ടി സംരക്ഷിക്കുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വാർത്തയിലേക്ക്. കാട്ടുകമ്പാൽ ചിറക്കൽ ജുമാ മസ്ജിദ് വെൽഫെയർ കമ്മിറ്റി UAE ഘടകം മഹല്ല് പരിധിയിലുള്ള വീടുകളിലേക്ക് റംസാൻ കിറ്റ് വിതരണം ചെയ്തു. പള്ളിയിൽ നടന്ന ചടങ്ങിൽ മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് EM കുഞ്ഞുമോൻ ഹാജി, മഹല്ല് ഖത്തീബ് അബ്ദുൽ ഹക്കീം ദാരിമിക്ക് കിറ്റ് നൽകിക്കൊണ്ട് വിതരണോദ്ഘാടനം നിർവഹിച്ചു. മഹല്ല് വൈസ് പ്രസിഡന്റ് MA അബ്ദുൽ റഷീദ്, സെക്രട്ടറി ES ഷമീർ, ട്രഷറർ PK അഷ്റഫ്, UAE ഘടകം വെൽഫെയർ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പൌരത്വ ഭേദഗതി ബിൽ നടപ്പാക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തം. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും നടന്നു. വിശദാംശങ്ങളിലേക്ക്. LDF നേതൃത്വത്തിൽ ചാലിശ്ശേരിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മെയിൻ റോഡ് സെന്ററിൽ നടത്തിയ പ്രതിഷേധം CPIM ഏരിയ കമ്മിറ്റി അംഗം TP കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. CPIM ഏരിയ കമ്മിറ്റി അംഗം TM കുഞ്ഞുകുട്ടൻ അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി KR വിജയമ്മ, മുസ്തഫ ചീരമ്പറമ്പിൽ, അബ്ദുൾ മുത്തലിബ്, സയ്യിദ് മുഹമ്മദ്, കണ്ണൻ, PV രജീഷ് എന്നിവർ സംസാരിച്ചു. CPIM പഴഞ്ഞി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടോൽ ആശുപത്രി പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ഒറ്റപ്പിലാവ് സെന്ററിൽ സമാപിച്ചു. CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം NK ഹരിദാസൻ പ്രതിഷേധയോഗം ഉദ്ഘാടനം ചെയ്തു. AA മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. PM അലി സ്വാഗതവും KK സുനിൽകുമാർ നന്ദിയും പറഞ്ഞു. യദുകൃഷ്ണൻ, ഗോപി പട്ടത്ത്, AK സത്യൻ, മിൻറ്റോ റെനി, ബിന്ദു മനോഹരൻ, ജിഷ്ണു എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പിലാവ് സെന്ററിൽ പ്രതിഷേധ പന്തം കൊളുത്തി പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് ഹക്കീം MH, നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് MM, മണ്ഡലം വൈസ് പ്രസിഡന്റ് മനു R മുരളി, ഫാസിൽ ആൽത്തറ, സ്വരാജ്, KSU ജില്ലാ ജനറൽ സെക്രട്ടറി അജിത്ത് പെരുമ്പിലാവ് എന്നിവർ നേതൃത്വം നൽകി. ഇന്ത്യയെ പോലെയുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് വിഭജനത്തിന്റെയും വിഭാഗീയതയുടെയും രാഷ്ട്രീയ കളി നടത്താൻ BJPയെ പ്രാപ്തരാക്കിയത് അന്ധമായ കോൺഗ്രസ് വിരോധം കൊണ്ടുനടന്ന CPM ആണെന്ന് K ജയശങ്കർ. കാട്ടകമ്പൽ മണ്ഡലം UDF കമ്മിറ്റി നടത്തിയ പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാട്ടകമ്പൽ മണ്ഡലം UDF ചെയർമാൻ MM അലി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ, UDF നേതാക്കളായ MA അബ്ദുൾ റഷീദ്, അർഫ മൊയ്തുണ്ണി ഹാജി, ബിജു പാപ്പച്ചൻ, ഇഞ്ചിക്കാലയിൽ മൊയ്തുണ്ണി, വിൽസൺ ചെറുവത്തൂർ, കോൺഗ്രസ് നേതാക്കൾ, ഘടകകക്ഷി നേതാക്കൾ എന്നിവർ സംസാരിച്ചു. KK ഇക്ബാൽ, സാലി പെരുന്തുരുത്തി, അനീഫ കുന്നത്തുവളപ്പിൽ, മുഹമ്മദ് അലി ചിറയൻകാട്, ശ്രീധരൻ തലക്കാട്ട്, റാഷിദ്, KI ബിലാൽ, ഉവൈസ് ചിറയൻകാട്, PK ചാർലി തുടങ്ങിയവർ നേതൃത്വം നൽകി. CPM വേലൂർ ലോക്കൽ കമ്മിറ്റിയും DYFI വേലൂർ മേഖലാ കമ്മിറ്റിയും സംയുക്തമായി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. വേലൂർ പോസ്റ്റ് ഓഫീസ് പരിസരത്ത് സംഘടിപ്പിച്ച പൊതുയോഗം CPM വേലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അബിൽ ബേബി ഉദ്ഘാടനം ചെയ്തു. CPM വേലൂർ ലോക്കൽ കമ്മിറ്റി അംഗവും വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ TR ഷോബി അധ്യക്ഷത വഹിച്ച പൊതുയോഗത്തിന് DYFI വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി അംഗവും വേലൂർ മേഖലാ സെക്രട്ടറിയുമായ ബിബിൻ KP സ്വാഗതവും വേലൂർ ലോക്കൽ കമ്മിറ്റി അംഗം K രാജൻ നന്ദിയും പറഞ്ഞു. CPM പന്നിത്തടം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്നിത്തടം സെന്ററിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. പന്നിത്തടം ലോക്കൽ സെക്രട്ടറി ഫ്രാൻസിസ് കൊളന്നൂർ അധ്യക്ഷനായി. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി,
ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ MK ശശിധരൻ, TP ലോറൻസ്, ഉണ്ണികൃഷ്ണൻ PA, സുബിൻ AS, ഗിൽസൺ KV, അബ്ദുൾ റഹീം, മുജീബ് റഹ്മാൻ, തങ്കപ്പൻ KA, സുഭാഷ് അരിയാടത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. വി ശങ്കരനാരായണൻ സ്വാഗതവും കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ നന്ദിയും പറഞ്ഞു. കടങ്ങോട് മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്നിത്തടം സെന്ററിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. UDF മണ്ഡലം ചെയർമാൻ ഷറഫു പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. സിജോ MP, മജീദ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. സലാം വലിയകത്ത് മെമ്പർമാരായ സൈബുന്നിസ ഷറഫു, രജിത ഷാജി, ജോളി തോമസ്, INTUC ലീഡർ VK മോഹനൻ, മുഹമ്മദ് അലി, സുനിൽ ചിറമനങ്ങാട്, റഫീഖ് വെള്ളത്തേരി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. UDF കൺവീനർ MS ബഷീർ സ്വാഗതവും CMP നേതാവ് ഹംസ നന്ദിയും പറഞ്ഞു. കോൺഗ്രസ് പൊന്നൂർകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കുന്നത്തൂർ പാർട്ടി ഓഫീസിൽ നിന്നാരംഭിച്ച് ആൽത്തറയിലെത്തി തിരിച്ച് പാർട്ടി ഓഫീസ് പരിസരത്ത് സമാപിച്ചു. പൊന്നൂർകുളം മണ്ഡലം പ്രസിഡന്റ് PP ബാബുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം നേതാക്കളും പോഷക സംഘടനാ നേതാക്കളും പങ്കെടുത്തു. SDPI ചൊവ്വന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി പഴുന്നാന സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് അസീസ്, വാർഡ് മെമ്പർ ഷഹീദ്, കബീർ പഴുന്നാന എന്നിവർ നേതൃത്വം നൽകി. CPM കേച്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേച്ചേരി സെന്റർ കേന്ദ്രീകരിച്ച് പ്രകടനവും പൊതുയോഗവും നടത്തി. CPM കേച്ചേരി ലോക്കൽ സെക്രട്ടറി TC സെബാസ്റ്റ്യൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, KS കരീം, സുനിത ഉണ്ണികൃഷ്ണൻ, PR ജയൻ, KA സൈഫുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. DYFI മണലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പാവർട്ടി സെന്ററിൽ നടന്ന യുവജന പ്രതിഷേധം CATU ഏരിയ സെക്രട്ടറി VG സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. DYFI ബ്ലോക്ക് പ്രസിഡന്റ് K സച്ചിൻ അധ്യക്ഷനായി. ആഷിഖ് വലിയകത്ത്, PS മിഥുൻ, ബാബു ആന്റണി എന്നിവർ സംസാരിച്ചു. UDF ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേച്ചേരി സെന്ററിൽ നടന്ന പ്രതിഷേധത്തിന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് RM ബഷീർ, പാവർട്ടി ബ്ലോക്ക് ഭാരവാഹികളായ ആൻഡോ പോൾ, ബാലചന്ദ്രൻ പോലത്ത്, മുൻ മണ്ഡലം പ്രസിഡന്റ് MM ഷംസുദ്ദീൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ധനേഷ് ചുള്ളിക്കാട്ടിൽ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി PA സാദിഖ് എന്നിവർ നേതൃത്വം നൽകി. DYFI കണ്ടാണശ്ശേരി മേഖലാ കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടപ്പിലാക്കുന്നത് അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് ചൊവ്വലൂരിൽ പ്രകടനവും പ്രതിഷേധയോഗവും നടന്നു. മേഖലാ സെക്രട്ടറി TK സുവീഷ്, മേഖലാ പ്രസിഡന്റ് VA അരുൺ, ബ്ലോക്ക് കമ്മിറ്റി അംഗം KA ഷിനാസ്, CPIM കണ്ടാണശ്ശേരി ലോക്കൽ കമ്മിറ്റി അംഗം PM സുധീർ എന്നിവർ നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. വിപണി 35 വർഷത്തെ സേവന പാരമ്പര്യവുമായി കുറ്റിക്കാട്ട് ബോർവെൽസ് ആൻഡ് പമ്പ്സ് പന്നിത്തടത്ത് പ്രവർത്തനം ആരംഭിച്ചു. പന്നിത്തടം സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ച കുറ്റിക്കാട്ട് ബോർവെൽസ് ആൻഡ് ട്രേഡേഴ്സിന്റെ ഉദ്ഘാടനം ലാവിഷ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ TL ഔസേബ് നിർവഹിച്ചു. തലക്കൂട്ടുകര സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി വികാരി റവറൻ ഫാദർ ഷിൻഡോ പാറയിൽ ആശീർവാദ കർമ്മം നിർവഹിച്ചു. ഓൾ കേരള ബോർവെൽ ഡ്രില്ലിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് പുത്തൂർ ആദ്യ വിൽപ്പന നടത്തി. ചടങ്ങിൽ സ്ഥാപന ഉടമകളായ ജോസ് കുറ്റിക്കാട്ട്, റെന്നി കുറ്റിക്കാട്ട്, കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. 4.25, 6.5 എന്നീ വ്യത്യാസങ്ങളിൽ ഗുണനിലവാരമുള്ള ISI മാർക്കുള്ള PVC പൈപ്പുകൾ ഉപയോഗിച്ചാണ് മിതമായ നിരക്കിൽ കുഴൽക്കിണറുകൾ നിർമ്മിച്ചു നൽകുന്നത്. പഴയ കുഴൽക്കിണറുകൾ ക്ലീനിംഗ് ചെയ്ത് ആഴം കൂട്ടി നൽകുന്നു. മണൽ പ്രദേശങ്ങളിൽ മിതമായ നിരക്കിൽ കുഴൽക്കിണർ നിർമ്മിച്ചു നൽകും. കുഴൽക്കിണറിന് സ്ഥാനം നിർണയിച്ചു നൽകുന്നതോടൊപ്പം ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിന് മോട്ടോർ ടെസ്റ്റിംഗും ചെയ്തു കൊടുക്കും. പ്രമുഖ കമ്പനികളുടെ ബോർവെൽ മോട്ടോറുകൾ ഫിറ്റ് ചെയ്തു. നിബന്ധനകൾക്ക് വിധേയമായി വെള്ളത്തിന് 100% ഗ്യാരണ്ടി വ്യവസ്ഥയിലാണ് കുഴൽക്കിണറുകൾ നിർമ്മിച്ചു നൽകുന്നത്. കുറ്റിക്കാട് ബോർവെൽസ് ആൻഡ് പമ്പ്സ്, കുന്നംകുളം റോഡ്, പന്നിത്തടം. ഫോൺ 9470859993 9495985993. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ പച്ചക്കറികളും അടുക്കളത്തോട്ടത്തിൽ വിളയിച്ചെടുക്കാം എന്ന് തെളിയിക്കുകയാണ് ചങ്ങരംകുളം കോക്കൂർ സ്വദേശിയായ അബ്ദുള്ള മാളിയേക്കൽ. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയതിനു ശേഷമാണ് ഇദ്ദേഹം കൃഷിയിലേക്ക് ഇറങ്ങിയത്. ആലങ്കോട് കൃഷിഭവനിൽ നിന്നും മികച്ച പിന്തുണ ലഭിച്ചതോടെയാണ് കൃഷിയുടെ വിവിധ മേഖലകളിൽ സജീവമായത്. കൃത്യമായ പരിചരണം നൽകിയാണ് ഓരോ വിളയും നട്ടുവളർത്തിയെടുക്കുന്നത്. കാലാവസ്ഥ അനുകൂലമല്ലെങ്കിലും പരിശ്രമിച്ചാൽ ഏതു കൃഷിയിലും വിജയം കൊയ്യാം എന്നാണ് ഇദ്ദേഹത്തിന്റെ അനുഭവപാഠം. കസ്റ്റമർ ആണെങ്കിൽ അത്
കൃഷിഭവനിൽ നേരം വൈകിട്ട് കിട്ടിയതിൻ്റെ പേരിൽ കർഷകർക്ക് നേരം വൈകിട്ടാണ് അത് വിതരണം ചെയ്തത് എങ്കിൽ പോലും ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ വളരെയധികം ആ കൃഷി വിജയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കാലാവസ്ഥ സെപ്റ്റംബറിലാണിത് സെപ്റ്റംബറാണെങ്കിൽ നടേണ്ടത്. സെപ്റ്റംബറിൽ നട്ട് ഡിസംബർ ജനുവരി കൂടി ഇതിൻ്റെ വിളവെടുക്കേണ്ട സാധനം ഇപ്പോൾ മാർച്ചോട് കൂട്ടി വിളവെടുക്കേണ്ട ഒരു അവസ്ഥ വരാൻ കാരണം ഇത് നേരം വഴുകി കിട്ടിയതിൻ്റെ പേരിലാണ്. പുന്നേർകുളത്തിന്റെ സ്വന്തം ഡോക്ടർ അമ്മ വിടവാങ്ങി. അന്തിമോപചാരം അർപ്പിക്കാൻ സാംസ്കാരിക നായകരും പൊതുപ്രവർത്തകരും പുന്നേർകുളം തമ്പുരാട്ടിയുടെ വീട്ടിലെത്തി. പുന്നേർകുളം ശാന്തി നഴ്സിംഗ് ഹോം സ്ഥാപകനായ പരേതനായ കരുമത്താഴത്ത് മണ്ണൂർ ഡോക്ടർ കൃഷ്ണൻ നമ്പൂതിരിയുടെ ഭാര്യയും ശാന്തി നഴ്സിംഗ് ഹോം സഹസ്ഥാപകയുമായ അമ്മിണി തമ്പുരാട്ടിയാണ് മരിച്ചത്. 87 വയസ്സായിരുന്നു. വടക്കേക്കാട്, പഴഞ്ഞി, പൊന്നാനി, മാറഞ്ചേരി, മേലാറ്റൂർ എന്നിവിടങ്ങളിൽ മെഡിക്കൽ ഓഫീസറായി സേവനം ചെയ്തിട്ടുണ്ട്. 87-ൽ തൃശൂർ DMO ഓഫീസിൽ ജില്ലാ ലെപ്രസി ഓഫീസറായി സേവനം ചെയ്യുന്നതിനിടെയാണ് സർവീസിൽ നിന്ന് വിരമിച്ചത്. തുടർന്ന് പുന്നേർകുളത്തുകാരുടെ സ്വന്തം ഡോക്ടറായി ആശുപത്രിയിൽ മുഴുവൻ സമയ പരിശോധനയിൽ വ്യാപൃതയായി. കഴിഞ്ഞ 10 വർഷമായി മെഡിക്കൽ സർവീസ് രംഗത്ത് നിന്ന് മാറി വിശ്രമജീവിതം നയിക്കുകയായിരുന്നു. ചൊവ്വാഴ്ചയായിരുന്നു മരണത്തിന് കീഴടങ്ങിയത്. കുന്നംകുളം IMA പ്രസിഡന്റും ശാന്തി നഴ്സിംഗ് ഹോം MDയുമായ ഡോക്ടർ രാജേഷ് കൃഷ്ണന്റെ മാതാവാണ് പരേത. മരണവിവരം അറിഞ്ഞ നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കാൻ ശാന്തി നഴ്സിംഗ് ഹോം പരിസരത്തെ വീട്ടിലെത്തിയത്. കേരള പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ, വഖഫ് ബോർഡ് ചെയർമാൻ ഷക്കീർ ഹുസൈൻ, NK അക്ബർ MLA, പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് E സിന്ധു, ജില്ലാ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ, PT കുഞ്ഞുമുഹമ്മദ്, ഗാനരചയിതാവ് BK ഹരിനാരായണൻ, കവി റഫീഖ് അഹമ്മദ്, ശ്രീരാമൻ, PT അജയ് മോഹനൻ, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് ദയാനന്ദൻ മാമ്പുള്ളി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി ലൂക്കോസ് തലക്കൂട്ടൂർ, ഗിരീശൻ ഭട്ടതിരിപ്പാട് തുടങ്ങി നിരവധി പേർ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11-ന് വീട്ടുവളപ്പിൽ നടത്തി. രൺദീപ് K വർമ്മ മറ്റൊരു മകനാണ്. ഡോക്ടർ ശ്രീകല രാജേഷ് മരുമകളാണ്. CCTV ന്യൂസ് പുന്നേർകുളം. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ പഴഞ്ഞി IHTP റോഡരികിലെ പൊതുകിണറിന് മുൻപിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യം. പതിറ്റാണ്ടുകൾക്ക് മുൻപ് പഞ്ചായത്തിലേക്ക് ശുദ്ധജലം പമ്പ് ചെയ്തിരുന്നത് ഈ കിണറിൽ നിന്നായിരുന്നു. കാലക്രമേണ പദ്ധതി നിലച്ചു. റോഡരികിലെ കിണറിന് മുകളിൽ സ്ലാബ് ഇടുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഈ ഭാഗത്ത് കിണറുണ്ടെന്ന് അറിയാത്ത സ്ഥിതിയാണ്. വലിയ വാഹനങ്ങൾ ഇതിനു മുകളിലൂടെ പോകുന്നത് അപകടത്തിന് കാരണമാകുമെന്ന ആശങ്ക ഉയർന്നിരുന്നു. ഇതോടെയാണ് കിണറിന് മുൻപിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യമുയർന്നത്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6010 രൂപ, പവന് 48,080 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 79 രൂപ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. സമസ്ത മേഖലയിലും വികസനം കാഴ്ചവെച്ച കേരളം മാലിന്യ സംസ്കരണത്തിൽ ഇനിയും മുന്നേറേണ്ടതുണ്ടെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ്. പുന്നേർകുളം തൃപ്പറ്റിൽ നിർമ്മിച്ച ഹെൽത്ത് കോംപ്ലക്സും ഷീപ്പ് ഫിറ്റ്നസ് സെന്ററും മന്ത്രി നാടിന് സമർപ്പിച്ചു. തോട്ടിപ്പണി വിവാദം. കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ BJPയുടെ പ്രതിഷേധം. ഹൈക്കോടതി ഉത്തരവ് നഗരസഭാ അധികൃതർ മാനിച്ചില്ലെന്ന് BJP. ബഹളം ശക്തമായതോടെ കൌൺസിൽ യോഗം ചെയർപേഴ്സൺ പിരിച്ചുവിട്ടു. പട്ടാമ്പിയിൽ KSRTC ബസ് ഇടിച്ച് യുവതിക്ക് ദാരുണാന്ത്യം. മരിച്ചത് പെരുമുടിയൂർ നമ്പ്രം കളരിക്കൽ ഷഹീലിന്റെ ഭാര്യ 27 വയസ്സുകാരി ഷമീമ. അപകടം ബുധനാഴ്ച വൈകിട്ട് പട്ടാമ്പി ഗുരുവായൂർ റോഡ് ജംഗ്ഷനിൽ. ഗുരുവായൂരിൽ പണമിടപാട് സ്ഥാപനം കുത്തിത്തുറന്ന് 32,40,650 രൂപ കവർന്ന കേസിൽ ബ്രാഞ്ച് മാനേജറെ അറസ്റ്റ് ചെയ്തു. തൃശൂർ അമലാനഗർ തൊഴുത്തുംപറമ്പിൽ 34 വയസ്സുള്ള അജേഷ് ജോയിയാണ് തൃശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവി അങ്കിത് അശോകിന്റെ കീഴിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
കോട്ടപ്പുറം കണ്ണമ്പാറപ്പടി വീട്ടിൽ മണിക്കുട്ടി എന്ന അയ്യപ്പന്റെ 1ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ. ഈ ന്യൂസ് നിങ്ങൾക്കായി